പ്രിയ രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറി കുട്ടികളുടെ പഠനം വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ക്ലാസുകൾ ലഭിക്കുന്നതിനായി രമ്യ ടീച്ചർ എന്ന എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കുട്ടികളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താം. ഹായ്, ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറിയുടെ 27ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്റർ ആണ് പഠിച്ചത്? നമ്മൾ ലെറ്റർ എം. അപ്പോ നമ്മൾക്ക് ഇന്ന് ഏത് ലെറ്റർ ആണ് പഠിക്കേണ്ടത്? ലെറ്റർ എം കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടത് അല്ലേ? അപ്പോ ലെറ്റർ എം കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? നമ്മൾക്ക് പറഞ്ഞു നോക്കാം അല്ലേ? ദാ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ. ഏത് ലെറ്ററാ? ലെറ്റർ എൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൻ. നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ എഴുതാൻ പഠിക്കണം അല്ലേ? അപ്പോ അതിനു മുന്നേ ടീച്ചറ് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇതിന്റെ പേരെന്താണ്? ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൻ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഈ ലെറ്ററിന്റെ പേരെന്താ? ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ എൻ കാണണം അല്ലേ? ടീച്ചറെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്മോൾ ലെറ്റർ എൻ. ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ എൻ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ എൻ. അപ്പോൾ ഇതേത് ലെറ്റർ ആണ്? ലെറ്റർ എൻ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൻ. അപ്പോ ഇത് ക്യാപിറ്റൽ ലെറ്റർ എൻ, ഇത് സ്മോൾ ലെറ്റർ എൻ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൻ, ഇത് സ്മോൾ ലെറ്റർ എൻ. അപ്പോ എൻ്റെ കുഞ്ഞുമക്കള് ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ പരിചയപ്പെട്ടു അല്ലെ? ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ എഴുതാൻ പഠിക്കണം അല്ലെ? അതെങ്ങനെയാ എഴുതേണ്ടതെന്ന് ടീച്ചറ് എൻ്റെ കുഞ്ഞുമക്കൾക്ക് എഴുതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇതാ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് നമ്മൾ എഴുതാൻ പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ടീച്ചറെ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതാൻ വേണ്ടിയിട്ട് 2 സ്റ്റാൻഡിംഗ് ലൈൻ വേണം, ഒരു ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈനും വേണം. എന്തൊക്കെ വേണം? 2 സ്റ്റാൻഡിംഗ് ലൈൻ വേണം, ഒരു ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈനും വേണം. ടീച്ചർ ഇവിടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വേണം, പിന്നെ ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ വേണം, പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈനും കൂടി വേണം. ഈ 3 ലൈൻസും കൂട്ടിയോജിപ്പിച്ചിട്ട് വരച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എൻ. എന്ത് എഴുതുന്നത്?
ക്യാപിറ്റൽ ലെറ്റർ എൻ. അപ്പോ എങ്ങനെയാ എഴുതേണ്ടതെന്ന് ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മള് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കണം. ടീച്ചറ് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ലൈൻ ഏതാണ്? ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ. ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ നമ്മൾ സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ നിന്നും താഴേക്ക് വരച്ചു കൊടുക്കണം. ഇതാ ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ. ഇനി നമ്മൾക്ക് ഏത് ലൈനാണ് വേണ്ടത്? ഇവിടെ മൂന്നാമത്തെ ലൈൻ ഏതാണ്? സ്റ്റാൻഡിംഗ് ലൈൻ. ഇനി ഈ സ്റ്റാൻഡിംഗ് ലൈൻ ആണ് നമ്മൾക്ക് വരച്ചു കൊടുക്കേണ്ടത്. അതെവിടെയാ നമ്മൾ വരയ്ക്കാം? ഈ ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈനിന്റെ താഴെ നിന്നും മുകളിലേക്ക് നമ്മൾ എന്ത് വരച്ചു കൊടുക്കും? സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുക്കല്ലേ. അപ്പോ ഇതേത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ എൻ. എല്ലാവരും അവിടുന്ന് ഉറക്കെ പറഞ്ഞേ, ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എൻ. നമ്മൾ എങ്ങനെയാ എഴുതിയേ? ആദ്യം നമ്മൾ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു. എന്നിട്ട് സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ നിന്നും ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരച്ചു. എന്നിട്ട് അവിടുന്ന് കൈയെടുക്കാതെ മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈനും വരച്ചു. അപ്പോ ഇതേത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ എൻ. എന്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എൻ എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? ഒന്നുകൂടി ടീച്ചർ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇതാ ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈനും കൂടി വരയ്ക്കാം. അപ്പോ ഇതേത് ലെറ്ററായി? ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ? ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇനി എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെയാ ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതി പഠിക്കുക? ഇതിന്റെ പേര് പറഞ്ഞോണ്ട് എഴുതും അല്ലെ? എങ്ങനെയാ? ക്യാപിറ്റൽ ലെറ്റർ എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ. അപ്പോ നമ്മള് ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞല്ലേ? ഇനി നമ്മൾക്ക് എന്താണ് എഴുതി പഠിക്കേണ്ടത്? ഈ ക്യാപിറ്റൽ ലെറ്റർ എന്നിന്റെ സ്മോൾ ലെറ്റർ എൻ ആണ് നമ്മൾക്ക് ഇനി എഴുതാൻ പഠിക്കേണ്ടത്. ടീച്ചർ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ സ്മോൾ ലെറ്റർ എൻ ആണ് എഴുതാൻ പഠിക്കുന്നത്. സ്മോൾ ലെറ്റർ എൻ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇത് സ്മോൾ ലെറ്റർ എൻ. സ്മോൾ ലെറ്റർ എൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ടീച്ചറെ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം. ഒരു ഡൗൺവേർഡ് ഓപ്പൺ കർവും വേണം. ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ച് വരച്ചിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? സ്മോൾ ലെറ്റർ എൻ. നമ്മൾക്ക് സ്മോൾ ലെറ്റർ എൻ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം. പിന്നെ ഒരു ഡൗൺവേർഡ് ഓപ്പൺ കർവും വേണം. ഈ രണ്ടും കൂട്ടിയോജിപ്പിച്ചിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? സ്മോൾ ലെറ്റർ എൻ. അപ്പോൾ ടീച്ചറ് ഈ രണ്ടും കൂട്ടിയോജിപ്പിച്ചിട്ട് സ്മോൾ ലെറ്റർ എൻ എഴുതി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് കൈയെടുക്കാതെ മുകളിലേക്ക് പോയി ഇവിടുന്ന് ഡൗൺവേർഡ് ഓപ്പൺ കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോ ഇതേത് ലെറ്ററായി? സ്മോൾ ലെറ്റർ എൻ. ഇതാ ഈ സ്റ്റാൻഡിംഗ് ലൈനിന്റെ ഇവിടെ കുറച്ച് ഭാഗം ഇവിടെ മുട്ടിക്കാതെ ഇപ്പുറത്തു കൂടി വരയ്ക്കണം കേട്ടോ. ഡൗൺവേർഡ് ഓപ്പൺ കർവ് ഇതാ ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ.
സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക. സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിലോട്ട് തന്നെ കൈയെടുക്കാതെ പോയിട്ട് ഇതാ ഡൗൺവേർഡ് ഓപ്പൺ കർവ് വരച്ചല്ലേ. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? സ്മോൾ ലെറ്റർ എൻ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ എൻ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾക്ക് സ്മോൾ ലെറ്റർ എൻ എങ്ങനെ എഴുതേണ്ടെന്ന് മനസ്സിലായോ? നമ്മൾ ഒരു സ്റ്റാൻഡിംഗ് ലൈനോ ഒരു ഡൗൺവേർഡ് ഓപ്പൺ കർവ് ഉപയോഗിച്ചിട്ടാണ് സ്മോൾ ലെറ്റർ എൻ എഴുതുന്നതല്ലേ. എങ്ങനെയാ നമ്മൾ എഴുതിയേ? നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചോ. സ്റ്റാൻഡിംഗ് ലൈനിന്റെ താഴെ നിന്നും കൈയെടുക്കാതെ മുകളിലേക്ക് പോയി ഒരു ഡൗൺവേർഡ് ഓപ്പൺ കർവ് വരച്ചു അല്ലേ. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? സ്മോൾ ലെറ്റർ എൻ. ഇനി എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെയാ സ്മോൾ ലെറ്റർ എൻ എഴുതി പഠിക്കുക? ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതും അല്ലേ. എങ്ങനെയാ? ഇതാ സ്മോൾ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. ഇങ്ങനെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കും അല്ലേ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൻ. The capital letter N. ഇത് സ്മോൾ ലെറ്റർ എൻ. എന്റെ കുഞ്ഞുമക്കള് ഇത് എങ്ങനെയാ എഴുതി പഠിക്കുക? ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞോണ്ട് എഴുതുക. അതുപോലെ സ്മോൾ ലെറ്റർ എൻ എഴുതുമ്പോ സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞോണ്ട് എഴുതുക. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ എന്റെ കുഞ്ഞുമക്കളെ നന്നായി എഴുതി പഠിക്കുക കേട്ടോ. കുഞ്ഞുമക്കളെ, ടീച്ചർ ബോർഡിലെ നമ്മൾ ഇതുവരെ പഠിച്ച ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും എഴുതി വച്ചിട്ടുണ്ടല്ലേ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ ഇതിൽ നിന്നും കണ്ടുപിടിക്കണം. ദാ എല്ലാവരും റെഡിയായോ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ ഉണ്ടോ? ഒന്ന് നോക്കിയേ എല്ലാവരും. ഉണ്ടല്ലേ. ടീച്ചർക്ക് കിട്ടിട്ടോ. എന്റെ കുഞ്ഞുമക്കൾക്ക് കിട്ടിയോ? കിട്ടിയോ? ഏതാണ്? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. നമ്മള് കണ്ടുപിടിച്ചല്ലേ. ഏതാണ്? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. നമ്മൾ ഇതുവരെ പഠിച്ച ഈ ലെറ്റേഴ്സിൽ നിന്നും നമ്മൾ ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ കണ്ടുപിടിച്ചല്ലേ. എന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പോ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ലെറ്റർ ഇതിലുണ്ടല്ലോ. ഉണ്ടല്ലേ. എല്ലാവരും നോക്കിയേ. നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ ലെറ്റർ ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? പറയാല്ലേ. എന്റെ കുഞ്ഞുമക്കള് ടീച്ചറുടെ കൂടെ പറയണം കേട്ടോ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ. ഇങ്ങനെ 14 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ? ലെറ്റർ എ, ലെറ്റർ ബി, ലെറ്റർ സി, ലെറ്റർ ഡി, ലെറ്റർ ഇ, ലെറ്റർ എഫ്, ലെറ്റർ ജി, ലെറ്റർ എച്ച്, ലെറ്റർ ഐ, ലെറ്റർ ജെ, ലെറ്റർ കെ, ലെറ്റർ എൽ, ലെറ്റർ എം, ലെറ്റർ എൻ. ഇങ്ങനെ 14 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പറയാനും പഠിച്ചോ, ഇതൊക്കെ എഴുതാനും പഠിച്ചല്ലേ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ച 14 ഇംഗ്ലീഷ് ലെറ്റേഴ്സും എന്റെ കുഞ്ഞുമക്കള് നന്നായി എഴുതി പഠിക്കാട്ടോ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്?
ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ എൻ എന്റെ കുഞ്ഞുമക്കളെ നന്നായി എഴുതി പഠിക്കുമല്ലോ? എഴുതി പഠിക്കും അല്ലേ? അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും നന്നായി പഠിക്കാട്ടോ. കുഞ്ഞുമക്കളെ, ടീച്ചർ ബോർഡിലെ കുറച്ച് ലെറ്റേഴ്സ് എഴുതി വച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് മിസ്സായിട്ടുണ്ട്. നമ്മൾക്ക് അത് കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഇതാ ഇവിടെ ലെറ്റർ എഴുതിയില്ല അല്ലേ? ഇവിടെ ലെറ്റർ എഴുതിയില്ല, ഇവിടെ ലെറ്റർ ഇല്ല, ഇവിടെ ലെറ്റർ ഇല്ല, ഇവിടെയും ലെറ്റർ ഇല്ല. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് എഴുതണം. എല്ലാവരും റെഡി ആണല്ലോ? ദാ എല്ലാവരും നോക്കിയേ. ഇത് ഏത് ലെറ്റർ ആണ്? ലെറ്റർ എ. ഇത് ഏത് ലെറ്റർ ആണ്? ലെറ്റർ ബി. ഇവിടെ ലെറ്റർ ഉണ്ടോ? ഇല്ല അല്ലേ? ടീച്ചർ അവിടെ ലെറ്റർ എഴുതിയില്ല. അപ്പൊ നമ്മൾക്ക് ഇവിടെ ലെറ്റർ എഴുതി കൊടുക്കണം അല്ലേ? ഏത് ലെറ്ററാ നമ്മൾ എഴുതുക? ലെറ്റർ ബി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അതേത് ലെറ്ററാ? ലെറ്റർ സി. അപ്പൊ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ സി എഴുതും, ഇവിടെ സ്മോൾ ലെറ്റർ സി എഴുതും. ഇനി നമ്മൾക്ക് സി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടതല്ലേ? അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഏത് ലെറ്ററാ? ഇത് ഏത് ലെറ്റർ ആണ്? ലെറ്റർ ഡി. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഡി, ഇത് സ്മോൾ ലെറ്റർ ഡി. ഇനി നമ്മൾക്ക് ഏത് ലെറ്ററാ വേണ്ടത്? ഈ ലെറ്റർ ഡി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടത്. അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഏത് ലെറ്ററാ? ലെറ്റർ ഇ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇ, ഇത് സ്മോൾ ലെറ്റർ ഇ. ഇനി നമ്മൾക്ക് ഈ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടതല്ലേ? അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ടോ? ഇല്ല അല്ലെ? ടീച്ചർ ഇവിടെ ലെറ്റർ ഒന്നും എഴുതിയില്ല. അപ്പൊ നമ്മൾക്ക് ഇവിടെ ലെറ്റർ എഴുതണ്ടേ? എഴുതണം അല്ലെ? അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കണം ഏത് ലെറ്ററാ നമ്മൾ ഇവിടെ എഴുതാ. ലെറ്റർ ഇ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അതേത് ലെറ്റർ ആണ്? എന്റെ കുഞ്ഞുമക്കൾ പറഞ്ഞേ. ലെറ്റർ എഫ്. ഏത് ലെറ്ററാ? ലെറ്റർ എഫ്. നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതും, ഇവിടെ സ്മോൾ ലെറ്റർ എഫ് എഴുതും. ഇനി നമ്മൾക്ക് ഏത് ലെറ്ററാ വേണ്ടത്? എഫ് കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടതല്ലേ? അതേത് ലെറ്ററാ? ലെറ്റർ ജി. ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ഇനി നമ്മൾക്ക് ജി കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടത്. അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഏത് ലെറ്ററാ? ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ എച്ച്. ഇനി നമ്മൾക്ക് എച്ച് കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടത്. എച്ച് കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഇവിടെ ടീച്ചർ എഴുതിയില്ല അല്ലെ? അപ്പൊ നമ്മൾക്ക് ലെറ്റർ എച്ച് കഴിഞ്ഞു വരുന്ന ലെറ്റർ ഇവിടെ എഴുതി കൊടുക്കണം. അതേത് ലെറ്ററാ? ഏത് ലെറ്ററാ? ലെറ്റർ ഐ. ഏത് ലെറ്ററാ? ലെറ്റർ ഐ. ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ. ഇനി നമ്മൾക്ക് ലെറ്റർ ഐ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടത്. അത് ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? ഇതേത് ലെറ്ററാ? ലെറ്റർ ജെ. ഇനി നമ്മൾക്ക് ജെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടത്. അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ടോ? ഇല്ല അല്ലെ? ഇവിടെ മിസ്സായിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം അല്ലേ? ഏത് ലെറ്റർ ആണ്? ജെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾക്ക് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോ ജെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ഏതാണ്? ഏതാണ്? ലെറ്റർ കെ. അപ്പോ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ എഴുതണം അല്ലെ? ഇനി നമ്മൾക്ക് കെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടത്. അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ടോ? നോക്കിയേ, എഴുതിയിട്ടുണ്ടോ?
ഉണ്ടല്ലേ. ഇതേത് ലെറ്റർ ആണ്? ലെറ്റർ എൽ. ഇനി എൽ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾക്ക് വേണ്ടത്. അതിവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. ടീച്ചർ ഇവിടെ ലെറ്റർ ഒന്നും എഴുതിയില്ല. നമ്മൾക്ക് ഇവിടെ ലെറ്റർ എഴുതി കൊടുക്കണ്ടേ? എഴുതി കൊടുക്കണം അല്ലേ. ഏത് ലെറ്ററാ നമ്മൾ എഴുതുക? ലെറ്റർ എൽ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക അല്ലെ. അതേത് ലെറ്ററാ? ലെറ്റർ എം. ഏത് ലെറ്ററാ? ലെറ്റർ എം. അപ്പോ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എം എഴുതി കൊടുക്കും. ഇവിടെ സ്മോൾ ലെറ്റർ എം എഴുതി കൊടുക്കും. ഇനി നമ്മൾക്ക് ഏത് ലെറ്റർ ആണ് വേണ്ടത്? എം. ലെറ്റർ എം കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് വേണ്ടത്. അതേത് ലെറ്റർ ആണ്? ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ടോ? നോക്കിയേ, ഉണ്ടല്ലേ. ഇതേത് ലെറ്റർ? എം കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണല്ലേ. ഈ ലെറ്ററിന്റെ പേരെന്താ? ലെറ്റർ എൻ. ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാ? ഇതാണല്ലേ. ഈ ലെറ്ററിന്റെ പേരെന്താ? ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് ഒക്കെ ഇതിൽ എഴുതിയല്ലേ. നമ്മൾ ഇതിൽ മിസ്സായിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതി കൊടുത്തു അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇത് ഒന്നുകൂടി ഓർഡർ അനുസരിച്ചിട്ട് പറഞ്ഞാലോ? ടീച്ചറോട് കൂടെ എല്ലാവരും പറയല്ലോ. ദാ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ. ഇങ്ങനെ 14 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ. ഇങ്ങനെ 14 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ഈ 14 ലെറ്റേഴ്സും പറയാനും അത് എഴുതാനും പഠിക്കണം കേട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് കുട്ടികളെ എഴുതുവാൻ പഠിപ്പിച്ചത് ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. അപ്പോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ നന്നായി എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ 1, 2, 3 പേജ് നിറയെ കുത്തുകൾ ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനു മുകളിൽ കൂടി നിങ്ങൾ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതിപ്പിക്കുക. ഇതാ ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. അപ്പോ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പരിചയപ്പെടാം. അതുവരേക്കും ടാറ്റാ.